ആ കയ്യടികളുടെ ആരവം ഒടുങ്ങും മുമ്പ് തന്നെ ഡാനിയൽ നമ്മോടൊപ്പമുണ്ട്. ഡാനിയൽ, ന്യൂസ് വൺ മോർണിംഗിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെയുണ്ട് പുതിയ യന്ത്ര പരീക്ഷണ രീതി? ആളുകൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും വ്യക്തമാവുന്നു. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ഒന്നുകൂടി വ്യക്തമാക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഇപ്പോൾ സാധാരണയായി ഒരു കുട്ടി വീണ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം നീണ്ട ഒരു മിലിറ്ററി ഓപ്പറേഷൻ വഴിയാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. പക്ഷേ ഒരു ഭൂരിഭാഗം കേസുകളിലും കുട്ടികൾ അവസാനം മരിച്ചു എന്നൊരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സാധാരണ കിണർ പോലെയുള്ള വലിയൊരു കിണർ ബോർവെലിനോട് പാരലായിട്ട് സൃഷ്ടിച്ച് അതിൽ നിന്ന് വേറെ തുരങ്കമുണ്ടാക്കിയാണ് നമ്മൾ സാധാരണയായി മിലിറ്ററി എടുക്കുന്നത്. പക്ഷെ അതിൽ കുറെ പോരായ്മകളും സമയം വളരെയധികം ചെലവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ കുട്ടിയുടെ മരണം സംഭവിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതെ, ഇത് എങ്ങനെയാണ് എടുക്കുമ്പോൾ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കേൽക്കാനൊക്കെയുള്ള സാധ്യത അത് ഒഴിവാക്കുന്നത് എങ്ങനെയാണ് എത്ര ആഴത്തിലാണ് ഈ കുട്ടി ഇരിക്കുന്നതെന്ന് കണ്ടെത്തണം. അതിനുശേഷം ഈ ഉപകരണം ഉപയോഗിച്ച് കുട്ടിയെ പൊക്കി എടുക്കുന്ന ഒരു രീതിയാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. അതിന്റെ പ്രവർത്തനം ഒന്നുകൂടി വിശദീകരിക്കാമോ? ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത ഉപകരണം നമ്മൾ കുട്ടി വീഴുന്ന അതേ കുഴിയിൽ തന്നെ നമ്മൾ ആദ്യം വെറുതെ ഒരു റാൻഡമായിട്ട് നമ്മൾ ഇറക്കും ക്രെയിന്റെ സഹായത്താൽ. അതിനുശേഷം നമുക്ക് അതിൽ 4 ഇൻഫ്രാറെഡ് ക്യാമറകളുണ്ട്. അപ്പോൾ ആ ക്യാമറകൾ ഉപയോഗിച്ച് നമ്മുടെ കുട്ടിയുടെ പൊസിഷനും കണ്ടീഷനും എങ്ങനെയാണ് കിടക്കുന്നത്, ഏതൊക്കെ സൈഡുകളിൽ ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് തന്നെ സ്ക്രീനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ ഉപകരണം തിരിച്ചെടുത്തിട്ട് വേണ്ട സജ്ജീകരണങ്ങളും സെറ്റിംഗ്സും റേഷ്യോസും എല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും കുട്ടിയുടെ പൊസിഷൻ അനുസരിച്ച് ഏതുതരം ലോക്കാണ് വേണ്ടതനുസരിച്ച് നമ്മൾ അതേ കുഴിയിൽ വീണ്ടും ഇറക്കും. അതിനുശേഷം നമ്മൾ പുറത്തുനിന്ന് തന്നെ മെക്കാനിക്കൽ ലോക്കിംഗ് ചെയ്തിട്ട് അതേ ക്രെയിന്റെ സഹായത്താൽ റേഷ്യോസ് റീസെറ്റ് ചെയ്തിട്ട് വൈൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുട്ടിയെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു തരത്തിലും കുട്ടിയുടെ ദേഹത്ത് ഏതെങ്കിലും തരത്തിൽ മുറിവേൽക്കാനൊക്കെയുള്ള സാധ്യത കുറവാണ്. അതായത് ഈ ഉപകരണം കൊണ്ട് യാതൊരുവിധ മുറിവുകളും ഏൽക്കില്ല. പക്ഷെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഒരു 80% കോറലുകൾ നമുക്ക് ഒഴിവാക്കാമെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കോറലുകൾ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് നമുക്ക് എല്ലാ സ്ഥലത്തും കുട്ടിയുടെ ഷേപ്പ് അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുവിധം നമുക്ക് കോറലുകൾ മുഖത്തൊക്കെയുള്ള കോറലുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഡാനിയൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം വാർത്തകളിലൊക്കെ കുട്ടികൾ മരിക്കുന്നതായി മാത്രമേ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുള്ളൂ. അപൂർവം കേസുകളിൽ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇത്തരം വാർത്തകളാണോ ഡാനിയലിനെ ഇങ്ങനൊരു പരീക്ഷണത്തിന് പ്രചോദിപ്പിച്ചത്? അതെ, അങ്ങനെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പ്രചോദനം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു 5, 10 അല്ലെങ്കിൽ 30 അടി താഴ്ചയുള്ള കുട്ടികളെ മാത്രമാണ് രക്ഷിക്കുന്നത്. അത് കൂടുതലായിട്ടും 60-ന്റെയും 80-ന്റെയും 100-ന്റെയും മുകളിലുള്ള താഴ്ചയിലാണ് ഭൂരിഭാഗം കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിലും കുട്ടികൾ അകപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് ഒരു വലിയൊരു തുരങ്കം ഉണ്ടാക്കി പോകുക എന്ന് പറഞ്ഞത് ഒരു അപ്രാപ്തമായിരിക്കും. ഇനി ഇതിന്റെ അടുത്ത ഡെവലപ്മെന്റ് എന്താണ്? എന്തൊക്കെ സാധ്യതകളാണ് ഇതിനുള്ളത്? ഏതൊക്കെ ഏജൻസികളിൽ നിന്നാണ് ഡാനിയലിന് സഹായം കിട്ടുന്നത്? ഇപ്പോ ഇതിന്റെ നിർമ്മാണ ചെലവ് മൊത്തം കോളേജിൽ നിന്ന് തന്നെയാണ്. കോളേജിലേക്ക് പ്രപ്പോസൽ കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായതുകൊണ്ട് ചെയർമാനും അതിന് സമ്മതിച്ച് എല്ലാ സപ്പോർട്ടും കോളേജിൽ നിന്നാണ്, ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രിൻസിപ്പൽ സാറിന്റെ നിന്നും തന്നെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്യാമറകളാണ്. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടിയും മെച്ചപ്പെട്ട നിലയിലുള്ള ക്യാമറകളും സ്ക്രീൻ സിസ്റ്റവും പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എടുക്കാനുള്ള സുഗമം കുറച്ചും കൂടെ കൂടും. അതെ, അതിനുള്ള അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോ ഇനി കൂടുതൽ ഫണ്ടിങ്ങിന്റെ ഒരു ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്യാമറകൾ പറഞ്ഞ പോലെ മാറ്റുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിപ്പോ വെറും ഒരു ഡമ്മി റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഉത്തരേന്ത്യയിലുള്ള ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് ശരിക്കുള്ള ഒരു കുഴിയിൽ കുട്ടിയുടെ അതേ വെയിറ്റിലും രൂപത്തിലുമുള്ള ഒരു ഒറിജിനലോട് സാദൃശ്യമുള്ള ഡമ്മി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ടീമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഇരിക്കുന്നത്. ഇപ്പോ ഈ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര ചെലവ് വന്നിട്ടുണ്ട്? ഇപ്പോൾ അതിൽ ഓക്സിജൻ സപ്ലൈ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ക്യാമറ സിസ്റ്റം ഒക്കെ ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ആഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി അല്ലെങ്കിൽ അത്തരം ഏജൻസികളുമായി ബന്ധപ്പെട്ടുന്നോ? ഡോക്ടർ അബ്ദുൽ കലാം ആയി ബന്ധപ്പെട്ടു, അദ്ദേഹം ഇത് കണ്ടു എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ നിർമ്മാണവും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണവും ഇത് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, കലാം സാറിന്റെ അടുത്ത് സംസാരിച്ചത് 1.5 മാസം മുന്നെയാണ് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട്. അന്ന് ഇതിന്റെ ഒരു മോഡലും ഒരു ആനിമേഷൻ മാത്രമേ തയ്യാറായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം മോഡൽ ആയതിനു ശേഷം കോണ്ടാക്ട് ചെയ്യാനാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരാഴ്ചയാണ് കഷ്ടിയായിട്ട് ഇത് ലോഞ്ചിങ് കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്തത് ഇനി അദ്ദേഹത്തെ വീണ്ടും കാണുവാനും പിന്നെ വിജ്ഞാൻ ഭാരതിയുടെ സെക്രട്ടറി ജനറൽ തന്നെ ജയകുമാർ സാർ തന്നെ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ടീമായിട്ടുള്ള ഒരു എഞ്ചിനീയർ സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായപ്രകാരമാണ് നമ്മൾ രാജസ്ഥാനിലെ ഒരു ഒറിജിനൽ കുഴിയിൽ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. നേരത്തെ ഡാനിയൽ ഇത്തരം എന്തെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്തിരുന്നുവോ? ഏത് കുഴൽക്കിണറിനോട് ചേർന്നിട്ടുള്ള അല്ല, എഞ്ചിനീയറിംഗ് ജീവിതത്തിൽ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ? നമുക്ക് ഇത് തന്നെ ഒരു പുതിയ വാർത്തയാണ്, കൗതുകകരമായ വാർത്തയാണ്. മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ ഡാനിയൽ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ? 1 വർഷം മുന്നേ സിലാട്രോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നെയിമിൽ ഞാൻ സെക്യൂരിറ്റി സിസ്റ്റംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതൊന്ന് വിശദീകരിക്കാമോ? കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. പറഞ്ഞോളൂ. ഓക്കെ, അത് നമ്മുടെ നിലവിൽ അതിനോടൊപ്പം തന്നെ കണ്ണ് കാണാത്തവർക്കുള്ള ഒരു ബ്ലൈൻഡ് എയ്ഡ് സ്പെക്സ് അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണാത്തവർക്ക് വളരെ ഉപകാരപ്രദമായി തീരുന്ന ഒരു ഇതാണ്. സ്കൂളിലെ എന്തെങ്കിലും പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുന്നത്, അതോ ഇൻഡിപെൻഡന്റ് ആയി ആണോ ചെയ്യുന്നത്? അത് 6ാം ക്ലാസ് മുതൽ സ്കൂളിൽ സയൻസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഓരോ മാസവും അവിടുത്തെ പ്രസന്റേഷൻസിന് വെക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തു പോരുന്നു. ഡാനിയൽ, പൊതുവെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ എത്രമാത്രം നടക്കുന്നുണ്ട്? അതിന് എങ്ങനെയൊക്കെ പ്രോത്സാഹനം കിട്ടുന്നുണ്ട്? കോളേജ് ഇപ്പോൾ ഈ പിറ്റ്സ് നാച്ചർ എന്ന് പറഞ്ഞ പ്രൊജക്ട് പ്രൊപ്പോസൽ കൊടുത്തപ്പോൾ തന്നെ കോളേജിൽ നിന്ന് സാങ്ഷൻ ആവുകയും ഫണ്ട് സാങ്ഷൻ ആവുകയും വെറും 1.5 മാസം കൊണ്ട് നമുക്കത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഈ ലോഞ്ചിങ് വരെ എത്താൻ കോളേജിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് കഴിയാൻ സാധിച്ചത്. അല്ല, പൊതുവെ മറ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് കൂടി എങ്ങനെയാണ് പ്രോത്സാഹനം കിട്ടുന്നത് കോളേജിൽ നിന്ന്? കോളേജിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സാധാരണ സെമസ്റ്ററുകൾ എൻഡ് ചെയ്യുമ്പോഴാണ് കോളേജിന്റെ പ്രൊജക്ട് വരുന്നത്. അത് നമുക്കൊരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ പക്ഷെ പല സ്ഥലങ്ങളിലും അതും ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പ്രൊജക്ടിന്റെ ഒരു സീരിയസ്നെസ് ഇല്ലാതെ സെമസ്റ്റർ അവസാനിപ്പിക്കാനുള്ള പോലെയാണ് പലയിടത്തും വരുന്നത്. പക്ഷെ പല സ്ഥലത്തും അത് വളരെ എഫക്റ്റീവായിട്ട് പുതിയ പുതിയ ആശയങ്ങളും രൂപീകരിച്ചു വരുന്നിട്ടുണ്ട്. ഡാനിയൽ, പലർക്കും പലതരത്തിലുള്ള കഴിവുകളാണ്. ഡാനിയലിന് ഇത്തരം കണ്ടുപിടുത്തങ്ങളിലാണ് താല്പര്യം എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഡാനിയലിന്റെ കുടുംബ പശ്ചാത്തലം? ചെറിയ വയസ്സിൽ ടോയ്സിനേക്കാൾ കൂടുതൽ എനിക്ക് ഡാഡി ടൂൾസ് ആണ് മേടിച്ചു തന്നിരിക്കുന്നത് എന്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട്. പിന്നെ ആദ്യമെല്ലാം എന്റെ കയ്യിൽ ടൂൾസ് വരാതെ എന്റെ കൈ ഡാഡിയുടെ കൈനോട് ചേർത്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ വർക്കും ചെയ്തിരുന്നത്. അങ്ങനത്തെ ടൂൾസിനോട് റിലേറ്റ് ചെയ്ത് മേടിച്ചു തരണം എന്ന് പറഞ്ഞാലും അതിനൊരു മടിയും കൂടാതെ മേടിച്ചു തരും. അങ്ങനെ 2007 ഡാഡി ഹാർട്ട് അറ്റാക്കിൽ മരണമടഞ്ഞു. അതിനുശേഷം ഫുൾ സപ്പോർട്ട് മമ്മിയാണ്. എവിടേക്ക് പോകണമെങ്കിലും എന്ത് എക്സിബിഷൻസിന് പോകണമെങ്കിലും എന്റെ കൂടെ ഞാനും മമ്മി ഉണ്ടാവും. അച്ഛൻ എന്തായിരുന്നു ചെയ്തിരുന്നത്? അച്ഛൻ അഡ്വക്കേറ്റ് ആയിരുന്നു, ലോയർ ആയിരുന്നു. ഈ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാളല്ല. പക്ഷേ പ്രൊഫഷണൽ വൈസ് ലോയർ ആയിരുന്നെങ്കിൽ കൂടിയും ടെക്നിക്കൽ വൈസ് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം കൈവയ്ക്കുന്ന ഒരാളായിരുന്നു. ഡാനിയലിന് ഇപ്പോൾ പുതുതായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഉപകരണത്തിൽ പൂർണ്ണമായും വിശ്വാസമുണ്ട്. അത് അംഗീകരിക്കപ്പെടുമെന്നും വളരെ ഫലപ്രദമായി തന്നെ അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുമുള്ള വിശ്വാസമുണ്ട്. നിരവധി കുട്ടികളുടെ ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുള്ളത് പോലെ ആ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന എല്ലാ പ്രാപ്തിയും ഈ ഉപകരണത്തിനുണ്ട് എന്ന് ഡാനിക്ക് വിശ്വാസമുണ്ട്. അതായത് വിശ്വാസമുണ്ട്. എന്നാൽ കൂടിയും നമ്മൾ ഉപകരണം ആയതുകൊണ്ട് തന്നെ ഒരു 85% മാത്രമേ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റുള്ളൂ.
ബാക്കി അതിൻ്റെയുള്ള എല്ലാ ഇലക്ട്രോണിക്സ് സാധനം ഐറ്റംസും കൂടെ അതിൽ ആഡപ്പ് ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോ 2 ദിവസം മുന്നേ കോയമ്പത്തൂരിൽ ഒരു ഇന്റർനാഷണൽ എക്സ്പോയിൽ ഈ സാധനം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു 650 കിലോമീറ്റർ അകലെ തിരുവണ്ണാമലയിൽ ഒരു കുട്ടി കുഴൽക്കിണറിലെ പിതാവിന്റെ കയ്യിൽ നിന്ന് കുഴിയിൽ വീണ് 30 അടി താഴ്ചയിൽ കുടുങ്ങി. പക്ഷെ അവരെന്നെ സമീപിച്ചെങ്കിലും പക്ഷെ ഈ അത്യാധുനിക ക്യാമറ സംവിധാനങ്ങളോ അങ്ങനത്തെ ഇല്ലാത്തത് കൊണ്ട് ഞാനത് പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ബാക്കി എല്ലാ ആക്സസറീസും ഇവിടെ ഇരുന്നത് കൊണ്ടും പിന്നെ അതൊരു വണ്ടിയോട് അറ്റാച്ച്ഡ് അല്ലാത്ത രൂപത്തിലായതുകൊണ്ടും നമുക്കത് റണ്ണിങ് ടൈമും കൂടുതൽ എടുക്കുമായിരുന്നു. വളരെ നന്ദി ഡാനിയൽ, ഞങ്ങളോട് സഹകരിച്ചതിന്, പ്രതികരിച്ചതിന്. ഏതായാലും ഈ ഉപകരണം കൂടുതൽ ഫലപ്രദമായി നിർമ്മിക്കാൻ കഴിയട്ടെ, കൂടുതൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയട്ടെ. ഡാനിയലിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് എല്ലാവരിൽ നിന്നും അംഗീകാരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി ന്യൂസ് 1 മോർണിംഗിൽ അതിഥി